കട്ടപ്പന നഗരസഭയിൽ പൊതുമരാമത്ത് വകുപ്പിലും എഞ്ചിനീയറിംഗ് വിഭാഗത്തിലും കെടുകാര്യസ്ഥത ആരോപിച്ച് LDF കൗൺസിലർമാർ ഗ്രാമീണ മേഖലകളിലടക്കം വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. സ്വാധീനമുള്ള നഗരസഭാ അംഗങ്ങളുടെ വാർഡുകളിൽ മാത്രമാണ് ഫണ്ട് വിനിയോഗം നടക്കുന്നതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. നഗരസഭ പൊതുമരാമത്ത് വകുപ്പിലെ കെടുകാര്യസ്ഥത മൂലം ഗ്രാമീണ മേഖലകളിലെ റോഡുകൾ പോലും തകർന്നു കിടക്കുകയാണ്. നിർമ്മാണ വിഭാഗത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറെ നിയമിക്കുന്നതിന് പോലും നഗരസഭ അധികൃതർ ശ്രദ്ധ ചെലുത്തുന്നില്ല. ഈ വർഷം 7% ഫണ്ട് മാത്രമാണ് പൊതുമരാമത്ത് വകുപ്പിൽ ചിലവഴിക്കാൻ സാധിച്ചത്. നിരവധി വലിയ പൊതുപരിപാടികൾക്കടക്കം ഉപകാരപ്രദമാകുന്ന കട്ടപ്പന മുനിസിപ്പൽ സ്റ്റേഡിയം മാറ്റി ഇൻഡോർ സ്റ്റേഡിയം പണിയുന്നത് നഗരസഭയുടെ അട്ടിമറിയുടെ ശ്രമമാണെന്നും LDF കൗൺസിലർ ഷാജി കൂത്തോടി ആരോപിച്ചു. അതായത് മൊത്തം മുനിസിപ്പാലിറ്റിയുടെ ചെലവ് എന്ന് പറയുന്നത് ഈ സമയത്ത് ജനുവരി തീർന്നു, ഇനി ഒരു മാസം കൂടിയേ ഉള്ളൂ. അപ്പം ചെലവഴിച്ചിരിക്കുന്നത് 28% മാത്രമാണ്. ബാക്കി റോഡുകൾക്ക് 7% കഴിയുമ്പോൾ നമുക്കറിയാം റോഡ് ഫണ്ടുകളാണ് ചെയ്യാൻ കിടക്കുന്ന മുഴുവൻ. ഇതൊക്കെ എന്ന് നടക്കുമെന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഗ്രാഹ്യമില്ല. ഭരണസമിതിക്ക് അതിനകത്ത് യാതൊരു ഉത്തരവാദിത്തമായിട്ട് നിൽക്കുന്നുമില്ല. അതോടൊപ്പം നമ്മുടെ ഈ സ്റ്റേഡിയം മാറ്റി സ്റ്റേഡിയം പണിയുന്നതിനുണ്ട്. അത് നിലവിൽ LDF വിയോജനം എഴുതിയിട്ടുണ്ട്. ഇപ്പം LDF കൗൺസിലർമാർ കത്ത് കൊടുത്തു കഴിഞ്ഞു. ഒരു കാരണവശാലും ഇൻഡോർ സ്റ്റേഡിയം അനുവദിക്കാൻ പാടില്ല. അത് കട്ടപ്പനയിലെ പൊതുസമൂഹത്തിന് ഒരു പൊതുപരിപാടി നടത്തുന്നതിനോ കായിക പ്രേമികൾക്ക് ഒരു കായിക പ്രോഗ്രാം നടത്തുന്നതിനോ ഒരു മേള സംഘടിപ്പിക്കുന്നതിനോ ഒന്നുമുള്ള സൗകര്യം നിലവിലുണ്ടാവില്ല. ഈ വർഷവും ഫെസ്റ്റിൽ നിന്ന് ഏകദേശം 20 ലക്ഷത്തോളം രൂപ വരുമാനം കിട്ടിയ ഒരു സ്റ്റേഡിയമാണ്. അപ്പം അത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിക്ക് ഇല്ലാതാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഇത് VT സെബാസ്റ്റ്യൻ കട്ടപ്പനയുടെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സമയത്ത് മേടിച്ചിട്ട സ്ഥലമാണ്. ഈ സ്ഥലം VT സെബാസ്റ്റ്യന്റെ നാമധേയത്തിൽ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് മുൻ കൗൺസിൽ തീരുമാനിച്ചിരുന്നു. അത് അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ശ്രമം ഇവിടെ നടക്കുന്നത്. നഗരസഭയിലെ കെടുകാര്യസ്ഥത ചൂണ്ടിക്കാണിച്ച ചെയർപേഴ്സൺ ബീന ടോമിക്ക് LDF കൗൺസിലർമാർ നിവേദനവും നൽകി. കഴിഞ്ഞ 3 വർഷങ്ങളായി വികസന പ്രവർത്തനങ്ങൾ നഗരസഭയിൽ നടക്കുന്നില്ല. നഗരസഭയുടെ കെടുകാര്യസ്ഥത ഭരണപക്ഷ കൗൺസിലർമാർ വരെ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥിതിയാണ് നിലവിൽ. സ്വാധീനമുള്ള കൗൺസിലർമാരുടെ വാർഡുകളിലേക്ക് കൂടുതൽ ഫണ്ട് അനുവദിക്കുന്നതായും LDF കൗൺസിലർ ബെന്നി കുര്യൻ പറഞ്ഞു. വളരെയേറെ ഫണ്ടുകൾ ഇനിയും വിനിയോഗിക്കേണ്ടതുണ്ട്. ഗ്രാമീണ റോഡുകളെല്ലാം തകർന്നു കിടക്കുകയാണ്. ഭരണപക്ഷത്തെ കൗൺസിലർമാർ പോലും ഈ വിഷയം കൌൺസിലിൽ ഉന്നയിച്ചു തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായും ഭരണസമിതി ഇക്കാര്യത്തിൽ കൂടുതലായി ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇലക്ഷൻ ഉണ്ട്. എല്ലാ റോഡുകളും വളരെ പെട്ടെന്ന് തന്നെ അടിയന്തരമായി തന്നെ പുനർനിർമ്മിക്കേണ്ട സാഹചര്യത്തിലാണ്. അതിനായി വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. അതേപോലെ തന്നെ കഴിഞ്ഞ 3 വർഷമായി ഇവിടെ സ്വാധീനമുള്ള, അതായത് ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ വാർഡുകളിലേക്ക് കൂടുതൽ ഫണ്ട് വിനിയോഗിക്കുന്നതായി കാണുന്നുണ്ട്. അതായത് മുൻ ചെയർപേഴ്സന്റെ സ്ഥാനത്തും ഇപ്പോഴാണെങ്കിലും സ്വാധീനമുള്ള കൌൺസിലർമാരുടെ വാർഡുകളിലേക്ക് കൂടുതൽ ഫണ്ട് വിനിയോഗിക്കുന്നതായി കാണുന്നുണ്ട്. അതൊരു കാരണവശാലും ജനാധിപത്യത്തിന് ഭൂഷണമായ ഒരു സംഗതിയല്ല എന്നുകൂടി ഈ സമയത്ത് അറിയുകയാണ്. നഗരസഭയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുമെന്നും കൗൺസിലർമാർ മുന്നറിയിപ്പ് നൽകി.